ഹലോ എവ്രി വൺ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ കഥയുടെ ആദ്യ പാർട്ടുമായിട്ടാണ്. കഥ ഷഹനായി, പാർട്ട് 1. അവതരണം ഷെറിൻ നൗഷ. സുബൈറും മമ്മദാക്കയും കൂടി ഒരു പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞ് വരികയാണ്. മമ്മദാക്ക സുബൈറിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖമാകെ നിരാശയിൽ മുങ്ങിയിരിക്കുകയാണ്. അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാണാൻ സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയെ വേണമെന്നവൻ ആദ്യമേ തന്നോട് പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് കണ്ട കുട്ടി അവൾ അത്ര പോരാ. സുബൈർ അല്പം ഒരു ദേഷ്യത്തോടെ തന്നെ ബ്രോക്കർ മമ്മദാക്കാനോട് മുഖം വളച്ചു. നിങ്ങളല്ലേ പറഞ്ഞത് ഇഷ്ടം പോലെ കുട്ടികളുണ്ടെന്ന്? എന്നിട്ടിപ്പോൾ മൊഞ്ചുള്ള ഒരെണ്ണത്തിനെ പോലും ഈ ഒരാഴ്ചയായിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. അവൻ്റെ മുഖത്ത് സങ്കടം അയാൾക്കും മനസ്സിലായി. നീ ബേജാറാവാണ്ടിരിക്കടാ, പെൺകുട്ടികൾ ഇഷ്ടം പോലെയുണ്ട്. അയാളവനെ സമാധാനിപ്പിച്ചു. നിങ്ങൾ എൻ്റെ ബാപ്പ പറയുന്നതൊന്നും നോക്കണ്ട. എനിക്ക് തറവാട് മഹിമയും സ്ത്രീധനവും പഠിപ്പും ഒന്നും ഒരു പ്രശ്നമല്ല. ബാപ്പ പറയും പോലെ പൈസ നോക്കിയിരുന്നാൽ മൊഞ്ചുള്ള ഒരു കുട്ടീനെ മണവാട്ടിയാക്കാൻ കിട്ടൂല. അവൻ്റെ വാക്കുകളിൽ നിരാശ പ്രകടമായി തുടങ്ങിയിരുന്നു. ഒരു മാസമായി അവൻ നാട്ടിൽ വന്നിട്ട്. വന്ന അന്ന് മുതൽ പെണ്ണ് കാണാനെന്നും പറഞ്ഞ് നടക്കുകയാണ്. ഒരൊറ്റ എണ്ണം പോലും മനസ്സിനെ ബോധിക്കുന്നില്ല. ഒരു മാസം കൂടിയേ ഇനി ലീവുള്ളൂ. തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത വർഷമേ നാട്ടിൽ വരാനാവൂ. അവൻ കാർ ഓടിക്കുന്നതിനിടയിൽ ദൂരത്തേക്ക് നോക്കി. റോഡിനിരുവശത്തും കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളാണ്. പാടത്തിനപ്പുറം കളകളം പാടിയൊഴുകുന്ന പുഴയുണ്ട്. പുഴവക്കിലൂടെ ഒരു പെൺകുട്ടി തുള്ളിച്ചാടി നടന്നു വരുന്നത് സുബൈർ കാണുന്നുണ്ടായിരുന്നു. അവൻ കാർ അവിടെ നിർത്തി. അവൾ പാടവരമ്പത്ത് കയറി ധൃതിയിൽ റോഡിനടുത്തേക്ക് വരികയാണ്. എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള മുഖം. പക്ഷേ അവൾ ആരാണെന്ന് സുബൈറിന് മനസ്സിലായില്ല. അവൻ്റെ നോട്ടവും ചിന്തയും കണ്ടപ്പോൾ മമ്മദാക്ക അവനെയൊന്ന് ശ്രദ്ധിച്ചു നോക്കി. എന്താ സുബൈറെ, അവളെ നിനക്ക് മനസ്സിലായില്ലേ? അത് വടക്കലെ ആമിനാൻ്റെ മോളാ, മരിച്ചുപോയ അലവിക്കാൻ്റെ മോള്. അയാളുടെ വാക്കുകൾ കേട്ടതും സുബൈറിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. ഓ, മനസ്സിലായി. ഷാഹി, ഷഹനായി അല്ലേ? എനിക്കറിയാം. ഞാൻ ദുബായിൽ പോകുന്നതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. അവൻ ഏറെ ഉത്സാഹത്തോടെ മമ്മദാക്കാനെ നോക്കി. അത് തന്നെയാടാ ഷാഹി. അലവിക്ക മരിച്ചതിനു ശേഷം ആമിന ആലിയാജിയുടെ വീട്ടിലാണ് പണിക്ക് പോണത്. ഇവളിപ്പോൾ അവിടേക്ക് പോവായിരിക്കും. അയാൾ സംസാരിച്ചു കൊണ്ടിരുന്നതും ഷഹനായി പാടവരമ്പത്ത് നിന്നും റോഡിലേക്ക് കയറി. ഷാഹി, നീ എങ്ങോട്ടാ മോളെ? മമ്മദാക്ക പെട്ടെന്ന് അവളോട് ചോദിച്ചു. ഞാൻ ഹാജിയാരുടെ വീട്ടിൽ പോവാ, ഉമ്മാൻ്റെ അടുത്തേക്ക്. അത്രയും പറഞ്ഞ് അവൾ കാറിനെ കടന്ന് മുന്നോട്ട് നടന്നു. സുബൈർ എന്തോ ഓർത്തുകൊണ്ട് അനങ്ങാതെ തന്നെ ഇരിക്കുകയായിരുന്നു. വണ്ടി എടുക്കടാ, താൻ ഇവിടെ ഒന്നും അല്ലേ? മമ്മദാക്ക അവനെ തട്ടി വിളിച്ചു. മമ്മദാക്ക, ഇവളെ എനിക്ക് കെട്ടിച്ചു തരുമോ? പെട്ടെന്ന് അവൻ്റെ ചോദ്യം കേട്ടതും അയാളൊന്ന് വല്ലാതായി. ഷാഹീനെ നീ കെട്ടിയേ? നല്ല കഥ. നിന്റെ ബാപ്പ കേൾക്കണ്ട. വലിയ തറവാട്ടുകാരായിരിക്കണം, വലിയ തുക സ്ത്രീധനം കിട്ടണം എന്നൊക്കെയാ അങ്ങേരെന്നോട് പറഞ്ഞിരിക്കുന്നത്. ഷാഹിയുടെ കഥ എന്താണെന്ന് നിനക്കറിയില്ലേ? 5 സെൻറ്റ് സ്ഥലത്ത് ഒരു കൊച്ചു കൂര. ഉമ്മ ഹാജിയാരുടെ വീട്ടിലെ അടുക്കള പണിക്കാരി. ബാപ്പ ഇല്ലാത്ത യത്തീം കുട്ടി. ഹോൾഡം മൊഞ്ച് കണ്ട് നീ മയങ്ങിപ്പോയോടാ? അയാളുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. എൻ്റെ മമ്മദാക്ക, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതല്ലേ, ബാപ്പ പറയുന്നതൊന്നും നിങ്ങൾ നോക്കണ്ടാന്ന്. എൻ്റെ കൂടെ കൊണ്ടു നടക്കാനും എനിക്ക് കൂടെ കിടത്താനും എൻ്റെ സങ്കല്പങ്ങൾക്കൊത്ത ഒരു കുട്ടീനെ മാത്രമേ ഞാനിതുവരെ കണ്ടിട്ടുള്ളൂ. അത് ഷഹനായി മാത്രമാണ്. എത്ര പെണ്ണ് കണ്ടു, അതൊന്നും എനിക്ക് ഇതുവരെ ബോധിച്ചിട്ടില്ല. നിങ്ങൾ ഇന്ന് തന്നെ ആമിനത്താനെ പോയി കാണണം. ഞാൻ പറഞ്ഞ കാര്യം സംസാരിക്കണം. ബാപ്പാൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. അവൻ മമ്മദാക്കാൻ്റെ പോക്കറ്റിലേക്ക് കുറച്ച് കാശെടുത്ത് തിരികെ കൊടുത്തു. അതല്ല സുബൈറെ, നീ ബാപ്പാനെ സമ്മതിപ്പിച്ചാലും വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഷാഹി 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി നിൽക്കുക. കഴിഞ്ഞ വർഷം തൊട്ടേ അവൾക്ക് ഓരോ വിവാഹാലോചനകൾ വരാറുണ്ട്. ഞാൻ പോയി ചോദിച്ചിട്ടുമുണ്ട്. കാണാനൊരു ചേലുള്ളതുകൊണ്ട് എല്ലാ ചെറുക്കന്മാർക്കും ഓളുടെ മേലൊരു കണ്ണുണ്ടാവും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇപ്പോഴൊരു വിവാഹം വേണ്ടാന്ന് പറഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞ് തുടർന്നും പഠിക്കണത്രേ.
എന്താ ചെയ്യുക, ഉമ്മയും മോളും സമ്മതിക്കുമെന്നറിയത്തില്ല. സുബൈറിൻ്റെ മുഖം വാടി. എങ്കിലും നേരിയൊരു പ്രതീക്ഷ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊന്നും സാരമില്ല, നിങ്ങൾ ആദ്യം ഈ കാര്യം ആമിനുമ്മാനോട് ചോദിക്കി. എങ്ങനെയെങ്കിലും എനിക്ക് ഷാഹിയെ സ്വന്തമാക്കണം, അവൻ മമ്മദാക്കാനെ പറഞ്ഞേൽപ്പിച്ചു. ശേഷം വീട്ടിലേക്ക് പോയി. ഇതേ സമയം ഷഹനായി ഹാജിയാരുടെ വീട്ടിലെത്തി കഴിഞ്ഞിരുന്നു. ഉമ്മ, പരീക്ഷയുടെ റിസൾട്ട് വന്നു, ഞാൻ നോക്കിയിട്ട് വരിക, ജയിച്ചുമ്മ. അവൾ ആമിനാനെ കെട്ടിപ്പിടിച്ചു. ഹാജിയാരുടെ അടുക്കളപ്പുറത്ത് കരിപ്പാത്രങ്ങൾ കഴുകുകയായിരുന്നു ആമിന. അയ്യേ, എന്നെ തൊടല്ലേ മോളെ, മേലെപ്പടി അഴുക്ക. അവർ ഷഹനായിയെ ദേഹത്തു നിന്നും മാറ്റി. അതൊന്നും സാരല്ലുമ്മ. അവൾ നിന്ന് ചിണുങ്ങി. അടുക്കള വശത്ത് നിന്നും ഹാജിയാരുടെ ഭാര്യ ആയിഷ പുറത്തേക്ക് ഇറങ്ങി വന്നു. നന്നായി ഷാഹി, ഇനി നിനക്ക് തുടർന്നും പഠിക്കാലോ. അടുക്കള വശത്തിനപ്പുറം ഹാജിയാരുടെ ഇളയ മകനായ ഷാഫി അവിടുത്തെ സംസാരം കേട്ട് പതിയെ എത്തി നോക്കി. അവൻ ഏന്തി വലിഞ്ഞ് ഷഹനായിയെ നോക്കുന്നുണ്ടായിരുന്നു. ഉമ്മാൻ്റെ കൂടെ കഴുകിയ പാത്രങ്ങളെടുത്ത് അകത്തേക്ക് വയ്ക്കാൻ സഹായിക്കുമ്പോൾ ഷഹനായി ഒരു മിന്നാട്ടം പോലെ ഷാഫിയെ കണ്ടു. അവൻ ആരും കാണാതെ അവളെ മാടി വിളിച്ചു. അവൾ വരില്ലെന്ന് തലയാട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് കയറിപ്പോയി. ആമിന, നീ ഷാഹിനെ എൻ്റെ മുറിയിലേക്ക് പറഞ്ഞയക്കി. അവൾ 10ാം ക്ലാസ് ജയിച്ചിട്ട് വന്നിരിക്കുകയല്ലേ, അവൾക്ക് എന്തെങ്കിലും ഒന്ന് ഞാൻ കൊടുക്കണ്ടേ? ആയിഷുമ്മ ആമിനാനോടായി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. മോളെ ഷാഹി, നീ ആയിഷുമ്മൻ്റെ അടുത്തേക്ക് ചെല്ല്, നിന്നെ വിളിക്കുന്നുണ്ട്. ഇത്തിരി നേരം കാല് തിരുമ്മി കൊടുക്ക്. അവരത്രയും പറഞ്ഞതും അവൾ സന്തോഷത്തോടെ അകത്തേക്ക് കയറി നടന്നു. ആയിഷുമ്മ അവരുടെ പെട്ടി തുറന്ന് തനിക്കെന്തെങ്കിലും പൈസ തരും. ഇത്തിരി നേരം കാല് തടവിക്കൊടുത്ത കുറേ മധുരവും പലഹാരങ്ങളും തരും. അവൾ ആയിഷുമ്മാൻ്റെ റൂമിലേക്ക് നടന്നു. ഡൈനിങ് ഹാളിലെ കോണിപ്പടിക്കടുത്തെത്തിയതും അവളുടെ പിന്നിലൂടെ വന്ന് 2 കൈകൾ അവളെ ഓഫീസ് മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ഉമ്മാ, അവൾ പേടിയോടെ ഉറക്കെ വിളിച്ചപ്പോഴേക്കും ആ കൈകൾ അവളുടെ വായിൽ അമർത്തി പിടിച്ചു. എങ്ങോട്ടാ ഷാഹി, തുള്ളിച്ചാടി നീ പോണത്? ഷാഫി അവളുടെ കണ്ണിലേക്ക് നോക്കി. ഷാഫി, ഒന്ന് പോയേ. അവൾ അവനെ ദൂരേക്ക് തള്ളി മാറ്റി. പിണങ്ങല്ലേ ഷാഹി, സോറി. ഞാൻ നീ പരീക്ഷ ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടിയാ നിന്നെ ഉള്ളിലോട്ട് വലിച്ചത്. അവൻ അവളുടെ നോട്ടത്തിന് മുൻപിൽ ഒന്ന് പകച്ചു പോയി. അതിന് അഭിനന്ദിക്കാൻ വേണ്ടി ഒരാളെ പിടിച്ചു വലിക്കുകയാണോ ചെയ്യുക? അവൾ വീണ്ടും അവനെ തുറിച്ചു നോക്കി. എന്താ ഷാഹി, നിനക്ക് എന്നോടൊരു സ്നേഹവും ഇല്ലാത്തേ? അവൻ്റെ മുഖം മൂകമായി. ഷാഫി പ്ലീസ്, നമ്മൾ രണ്ടും ഇങ്ങനെ സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടാലോ? നീ ഈ പറയുന്നതും കാണിക്കുന്നതും ഒക്കെ ഹാജിയാർ അറിഞ്ഞാലുള്ള പുകിലെന്താ? പ്ലീസ് ഷാഫി, താൻ മനസ്സിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറക്കണം. അതൊന്നും ഒരിക്കലും നടക്കാത്ത വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. ഷഹനായിയുടെ വാക്കുകൾ കേട്ട ഷാഫിയുടെ മനസ്സിൽ സങ്കടം തിങ്ങി നിറഞ്ഞു. ഷഹനായി കഥയുടെ അടുത്ത ഭാഗവുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.